എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ വിഭാഗം അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കുന്നതാണ്. അപേക്ഷയുടെ ആദ്യ സ്റ്റെപ്പായിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് നാളെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ, അതായത് ജൂൺ 10 വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു അപേക്ഷയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷനും പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ചുകൾ, അതായത് കോഴ്സുകളും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിലും നൽകുക എന്നുള്ള സ്റ്റെപ്സുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആകെയുള്ള സ്റ്റെപ്പുകൾ. നിങ്ങൾക്ക് പോളിടെക്നിക് അപേക്ഷയ്ക്ക് ആകെ 200 രൂപയാണ് ഫീസ് വരിക. SC/ST വിഭാഗമാണെങ്കിൽ 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും നാളെയാണ്. അതായത് നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 10 അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ജൂൺ 12 അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് നാളെയും കൂടി മാത്രമേ കിട്ടത്തുള്ളൂ. നാളെ കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആ ഒരു ലിങ്ക് ഒഴിവാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജൂൺ 12 വരെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ 18 പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ജൂൺ 21 വരെയാണ് അവസരമുള്ളത്. അതിനുശേഷം പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. രണ്ടാമത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പിന്നീട് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉണ്ടാവുക. പിന്നീട് ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജുകൾ മുഖാന്തരം സ്പോട്ട് അഡ്മിഷനുകൾ നടത്തപ്പെടും. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ക്ലാസ്സുകൾ ഈ ഒരു ഓഗസ്റ്റ് 23 ആരംഭിക്കുക. അതിനുശേഷം ഈ ഒരു കോളേജ് ലെവൽ, അതായത് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സ് മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ പോയിട്ട് അതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ നാളെ, അതായത് ജൂൺ 10 വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് പോളിടെക്നിക് കോളേജിലേക്ക് അപേക്ഷിക്കുക. പോളിടെക്നിക് കോളേജിൽ അപേക്ഷിക്കുന്നവർക്ക് ITIയിലും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ITIയിൽ അപേക്ഷിച്ചവർക്ക് പോളിടെക്നിക്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.